ഈസ്റ്റ് ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ബോട്ട് മറിഞ്ഞ് 3 ഇന്ത്യക്കാർ മരിച്ചു. ഒരു മലയാളി ഉൾപ്പെടെ 5 പേരെ കാണാതായി. MT സീക്വെസ്റ്റ് എന്ന എണ്ണക്കപ്പലിലെ നാവികരാണ് അപകടത്തിൽപ്പെട്ടത്. മലയാളി ഉൾപ്പെടെ 5 പേരെ രക്ഷിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, മൊസാംബിക്കിലെ ബേറെ തുറമുഖത്തിന് സമീപം ക്രൂ മാറ്റുന്നതിനിടെ ബോട്ട് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. ഈ അപകടത്തിൽ 3 പേരുടെ ഇപ്പോൾ ലഭിച്ചതായി തന്നെ വിവരം പുറത്തുവന്നിട്ടുണ്ട്. ഈ കാണാതായ ഇന്ത്യക്കാരിൽ ഒരു മലയാളി ഉണ്ടെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. എറണാകുളം വെളിനാട് സ്വദേശിയായ ഇന്ദ്രജിത്തിനെയാണ് കാണാതായത്. ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഇന്ദ്രജിത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. 9 മാസം മുമ്പാണ് ഇന്ദ്രജിത്ത് ഈ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2 ആഴ്ച മുമ്പ് തന്നെ ഇന്ദ്രജിത്ത് നാട്ടിൽ വന്നിരുന്നു. ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഇന്ദ്രജിത്ത് തിരിച്ച് ആഫ്രിക്കയിലേക്ക് പോവുകയും പിന്നീട് ഈ കപ്പലിൽ ജോലിയുടെ ഭാഗമായി പ്രവേശിക്കുകയും ചെയ്തത്. ഇന്നലെ പ്രാദേശിക സമയം ഏതാണ്ട് പുലർച്ചെ 3:30 കൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും അപകടത്തിന് ശേഷം പിന്നീട് തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ഇന്ദ്രജിത്തിനെ കാണാൻ സാധിച്ചിട്ടില്ല. കുടുംബം ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി മൊസാംബിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി കുടുംബത്തിന് ലഭിച്ച വിവരപ്രകാരം കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരച്ചിൽ നടത്താൻ അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ കുടുംബം ഇന്ദ്രജിത്തിനെ കാത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരപ്രകാരം മൊസാംബിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ട ഇന്ത്യക്കാരിൽ ഒരു മലയാളിയുണ്ട്. കോന്നി സ്വദേശിയായ ആകാശാണ് രക്ഷപ്പെട്ടത്. ആകാശിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ക്രിസ്റ്റീന, ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ ഗൂഢാലോചന എന്ന റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് 2 കിലോ സ്വർണം. പാളികളിൽ പൂശാൻ സ്പോൺസർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നെന്നും റിപ്പോർട്ടിലുണ്ട്. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കുപറ്റിയെന്നുമാണ് പ്രതിയുടെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ശബരിമലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചനയിലൂടെ നടത്തിയ സ്വർണ്ണക്കൊള്ളയെന്നാണ് SIT കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലുമുള്ള 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു. വ്യാജരേഖകൾ ചമച്ചും വിശ്വാസവഞ്ചന കാണിച്ചുമായിരുന്നു തട്ടിപ്പ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവരുടെ അറിവോടുകൂടിയാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത് മറച്ചുവയ്ക്കാൻ 394.900 ഗ്രാം സ്വർണം പൂശി ഇവ തിരികെ സന്നിധാനത്ത് എത്തിച്ച് കബളിപ്പിച്ചു. പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരിൽ നിന്നും സ്വർണം ശേഖരിച്ച് അതും തട്ടിയെടുത്തു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച് ആചാരലംഘനം നടത്തിയെന്നും പറയുന്നു. കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും റിമാൻഡ് റിപ്പോർട്ടിൽ ലക്ഷ്യമിടുന്നുണ്ട്. 2 മുതൽ 10 വരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രേഖകൾ തിരുത്തിയും വ്യാജരേഖകൾ ചമച്ചും ഒത്താശ ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്തു ചെയ്തുവെന്ന് പരാമർശമില്ല. കൂട്ടുത്തരവാദികളുടെ പങ്കിനെപ്പറ്റി വിശദമായി അന്വേഷിക്കണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യം. പ്രതികളുടെ പ്രവർത്തികൾ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയെന്നും കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മുരാരി ബാബുവിന്റെ രാജി NSS എഴുതി വാങ്ങി. വിവാദ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ആഴ്ചത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. തന്നെ കുടുക്കിയവർ നിയമത്തിനു മുന്നിൽ വരുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂ എയർ ഉണ്ടായി. തിരുവനന്തപുരത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് രാവിലെ 10:30 ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലെത്തി. അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായിട്ടായിരുന്നു കോടതി നടപടികൾ. ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. 14 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടത്. തന്നെ കുടുക്കിയതെന്നായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ആരാണ് കുടുക്കിയത്? കോടതിയിൽ നിന്ന് പുറത്തിറക്കി വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂ എയർ ഉണ്ടായി. BJP അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു S പണിക്കറാണ് ചെരുപ്പെറിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഇനി ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും കാണാതായ 2 കേസുകളിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 24 തിരുവനന്തപുരം, പത്തനംതിട്ട.
ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി നട തുറന്നതിനു ശേഷമാണ് 2 ദ്വാരപാലക ശില്പങ്ങളിലായി 14 സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം എത്തിച്ച സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം പാലിച്ചാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത്. തുലാമാസ പൂജകൾക്കായി നട തുറന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരും തന്ത്രി ഉൾപ്പെടെയുള്ളവരും സന്നിധാനത്തുണ്ടായിരുന്നു. ആ മാനുവൽ പ്രൊസീജിയർ അനുസരിച്ച് സുശക്തമായ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും പ്ലേറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ട് ഇവിടെ വന്ന് സ്ഥാപിക്കുവാനുള്ള അനുമതിയും കിട്ടി. സ്വർണത്തിന്റെ അളവ് 9.702 ഗ്രാം കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ഭക്തരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. സെപ്റ്റംബർ 20-ന് ചെന്നൈയിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തുലാമാസ പൂജയുടെ അവസാന ദിവസമായ 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദർശനം നടത്തും. രാഷ്ട്രപതിക്കൊപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറും ഭാര്യയും ശബരിമല സന്ദർശിക്കും. നാളെയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ്. 24 സന്നിധാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ആരംഭിച്ചു. ബഹ്റൈനിലെ പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. പോലീസ് സംവിധാനം പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച അതേ സംവിധാനമായിരുന്നു. അതായത് ജനങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഇടപഴകുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അതിന് രാജ്യത്ത് ആദ്യമായി മാറ്റം വരുത്തുന്നത് ആ ഗവൺമെൻറ്റായിരുന്നു. അതിൻ്റെ ഭാഗമായി പല നടപടികൾ, തൊഴിലാളി സമരത്തിൽ പോലീസ് ഇടപെടുന്നത്, നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിൽ വെച്ച് ഭേദ്യമുറകൾ പാടില്ല, അങ്ങനെയുള്ള ഒട്ടേറെ നടപടികൾ ആ ഗവൺമെൻറ് സ്വീകരിച്ചു. കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം നേടുന്നവരാണ്. പക്ഷേ ആ കാലത്തും അതായിരുന്നില്ല സ്ഥിതി. സാർവത്രിക വിദ്യാഭ്യാസത്തിന് അനുകൂലമായ നടപടികൾ ആ ഘട്ടത്തിൽ ആ ഗവൺമെൻറ് സ്വീകരിച്ചു. വിദ്യാഭ്യാസ പരിഷ്കരണം, അതിൻ്റെ ഭാഗമായി അധ്യാപകർക്ക് ഗുണകരമാകുന്ന നില വന്നു. കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ സ്ഥാപിക്കുന്ന, പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുന്ന നിലയെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റവും മുന്നേറ്റവും നമ്മുടെ നാടിനെ വലിയ തോതിൽ പുരോഗതിയിലേക്ക് നയിച്ചു. ആ പുരോഗതിയുടെ ഒരു ഘടകം നമ്മുടെ പ്രവാസ ജീവിതത്തിലും കാണാം. പ്രവാസ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാലാനുസൃതമായി വന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അത് വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറ അതിനനുസൃതമായി നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നാടിന് വലിയ മാറ്റം വന്നു. അതിൻ്റെയൊക്കെ ഭാഗമായാണ് നമ്മുടെ നാടിന് ഒരു പ്രത്യേക പേര് തന്നെ രാജ്യവും ലോകവും സമ്മാനിച്ചത്. അത് കേരള മോഡൽ എന്നതായിരുന്നു. എന്നാൽ നമ്മുടെ ഈ പറയുന്ന കേരള മോഡലിൻ്റെ കാര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിൻ്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിയണമെന്നും അതിൻ്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് കേരളത്തെ ബഹ്റൈനിലെ പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് കക്ഷി ചേരും.
കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നതിന് തടസ്സങ്ങളില്ലെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വിഷയത്തിൽ സ്കൂളിനോട് കോടതി വിശദീകരണം തേടി. 149 മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് മാനേജ്മെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷക പറഞ്ഞു. സ്കൂളിലുള്ളത് കുട്ടികൾ മാത്രമാണെന്ന് കോടതി തിരുത്തി. വിവാദങ്ങൾക്കിടയിൽ സ്കൂൾ മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുട്ടിയുടെ കുടുംബം. ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുളവാക്കുന്നുവെന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിൻ്റെ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി. അങ്ങനെ ഒരു വാക്ക് ഒരു പ്രിൻസിപ്പൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണത്. എന്നാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിന്റെ നിയമവും നിയന്ത്രണങ്ങളും അനുസരിച്ച് വന്നാൽ വിദ്യാർത്ഥിയെ സ്വീകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന്. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. വിഷയത്തിൽ വർഗീയ മുതലെടുപ്പിന് കോൺഗ്രസും SDPI ജമാഅത്തെ ഇസ്ലാമി അടക്കം ശ്രമിച്ചുവെന്ന് CPIM കുറ്റപ്പെടുത്തി. സ്കൂളിനെതിരെ കൂടുതൽ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനാണ് സാധ്യത. 24 കൊച്ചി. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിനെതിരെ SKSSF മതവിശ്വാസമനുസരിച്ച് വസ്ത്രധാരണം ചെയ്തതിന് വിദ്യാർത്ഥിനിക്ക് പ്രവേശനം നിഷേധിച്ച നടപടി പ്രതിഷേധാർഹം. സ്കൂൾ അധികൃതർ പ്രാകൃത നിലപാടുകളിൽ നിന്ന് പിന്തിരിയണമെന്നും SKSSF ആവശ്യപ്പെട്ടു. കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് നിർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വളരെ വളരെ നിർഭാഗ്യകരമായിപ്പോയി. നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൂടാത്തതാണ്. നിയമം അനുസരിച്ച് വരികയാണെങ്കിൽ എന്നാ പറഞ്ഞത്. എന്ത് നിയമമാണത്? ഒരു കുട്ടിയുടെ തലയിൽ ഒരു മുഴം നീളം ഉള്ള ഒരു തുണി അവരുടെ ശിരോവസ്ത്രം പോലെ തന്നെ, അത് കണ്ടാൽ പേടിയാവും, അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് അത് വളരെ വളരെ നിർഭാഗ്യകരമായി കേരളത്തിൽ സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നുമാണ്. പൊതുസമൂഹം ഇതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ എനിക്കില്ല. ജംബോ പട്ടിക പുറത്തിറങ്ങിയിട്ടും KPCC പുനഃസംഘടനയിൽ നേതാക്കൾക്ക് അതൃപ്തി. K മുരളീധരനും K സുധാകരനും പട്ടികയിൽ എതിർപ്പുണ്ട്. ചാണ്ടിയുമ്മനെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗം അമർഷത്തിലാണ്. പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തർക്കങ്ങൾ ഒഴിവാക്കാനാണ് KPCCയിൽ ജംബോ പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽ AI ഗ്രൂപ്പുകൾ തൃപ്തരെങ്കിലും കല്ലുകടി പൂർണ്ണമായും ഒഴിവാക്കാനായില്ല. കണ്ണൂരിന് പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നാണ് K സുധാകരന്റെ പരാതി. റിജിൽ മാക്കുറ്റിയെ നിർദ്ദേശിച്ചെങ്കിലും പരിഗണിച്ചില്ല. K മുരളീധരനും കടുത്ത അതൃപ്തിയിലാണ്. ഒരേയൊരു പേര് പറഞ്ഞിട്ടും പരിഗണിച്ചില്ല. KM ഹാരിസിന്റെ പേരായിരുന്നു K മുരളീധരൻ മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ നിന്ന് വിട്ടുനിന്നാണ് ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കിയത്. എന്നാൽ ചാണ്ടി ഉമ്മൻ അതൃപ്തിയില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. നാളെ അദ്ദേഹം എത്തുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ എറണാകുളത്താവളെന്ന് എന്നോട് പറഞ്ഞു. നാളെ വരുമെന്ന്. വലിയ അതൃപ്തി ആർക്കും ഇല്ല. പാർട്ടിയാണ് വലുതെന്ന് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. പക്ഷെ ആ വേദന ഉണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത്. ശ്രീ അബിനും മനസ്സിലാക്കണം, പാർട്ടിയാണ് വലുത്. പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വേറൊരു സെൻസിലേക്ക് അതിനെ കൊണ്ടുപോയി. പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയില്ല. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം അതിന് KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. പുനഃസംഘടനയെ പരസ്യമായി എതിർത്ത് AICC വക്താവ് ഷമാ മുഹമ്മദും രംഗത്തെത്തി. കഴിവ് ഒരു മാനദണ്ഡമാണോ എന്നായിരുന്നു ഷമാ മുഹമ്മദിന്റെ ഫേസ്ബുക്കിലെ പരിഹാസം. അതേസമയം മതിയായ പ്രാതിനിധ്യം ലഭിച്ചു എന്നാണ് AI ഗ്രൂപ്പുകളുടെ വിലയിരുത്തൽ. പുതിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ 3 പേരെയും വൈസ് പ്രസിഡന്റുമാരിൽ 4 പേരെയും A ഗ്രൂപ്പിന് ലഭിച്ചു. ജനറൽ സെക്രട്ടറിമാരിലും A ഗ്രൂപ്പിന് ആധിപത്യമുണ്ട്. മുന്നോട്ട് വെച്ചവരിൽ 19 പേരെ പരിഗണിച്ചു എന്ന സംതൃപ്തി രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. സലിം മാലിക്, 24, തിരുവനന്തപുരം. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടെ 3 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്ത പോലീസ്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അടക്കം 3 പേരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ വടകര റൂറൽ SPയുടെ നിർദ്ദേശപ്രകാരം ഗ്രനേഡ് എറിയാൻ പോലീസുകാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു.
ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിനോദ് കല്ലൂർ, മണി, പൈതോത്ത് മുസ്തഫ എന്നിവരെയാണ് ഒടുവിൽ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ 5 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനം തുടരുകയാണ്. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. ഇതുണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. അതേസമയം സംഘർഷമുണ്ടാകുമ്പോൾ പരുക്ക് സ്വാഭാവികമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാരും ആദ്യമായിട്ടാണ് നടക്കുന്നതാണോ കേരളത്തിലെ സംഘർഷം? ബോംബും അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോലീസിന് നേരെ കടന്നാക്രമിക്കുന്ന സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. പേരാമ്പ്രയിൽ ലീഗിനെ ഏൽപ്പിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് EP ജയരാജനും പ്രതികരിച്ചു. ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത്. കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം, കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക, ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവശം ഏൽപ്പിച്ചു കൊടുക്കുക, അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത്. പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ പോലീസിനെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 കോഴിക്കോട്. CPIM നേതാവ് G സുധാകരന്റെ പരാമർശത്തിൽ നടപടിയെടുക്കാനാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വെച്ച് നടപടിയെടുക്കാനാകില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. G സുധാകരന്റേത് പാർട്ടി വിരുദ്ധ നീക്കമല്ലെന്നും സുധാകരനെതിരായ സൈബർ ആക്രമണം ആര് നടത്തിയാലും തെറ്റെന്നും EP ജയരാജനും പ്രതികരിച്ചു. G സുധാകരനെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. G സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ കള്ളത്തരങ്ങൾ നടന്നിരുന്നില്ല, നല്ല പൊതുപ്രവർത്തകനെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞ് ഉടനെ തന്നെ പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പോവുക? അല്ല, പിന്നെന്താ? കുറച്ച് നിരാശാബോധം ഉണ്ടാവും അയ്യങ്ങളതിനെ തെറ്റിദ്ധരിക്കുന്നത്. മനുഷ്യരല്ലേ, ഒരുപാട് കൊല്ലക്കാലം, എത്രയോ പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ മെയിൻ മുഖ്യധാരയിൽ പ്രവർത്തിച്ച് വന്ന് ഉള്ള അത്തരം സഹാക്കൾ അത്രത്തോളം ഒന്നും ചുമതല ഇല്ലാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൂടി ഇല്ലാതാക്കാൻ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് പല വേദികളുണ്ട്, അതെല്ലാം ഉപയോഗിക്കാം, അതൊക്കെ നൽകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ സുധാകരൻ പറഞ്ഞത് എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല പത്രപ്രവർത്തകരല്ലേ, അദ്ദേഹത്തോട് തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കും. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആ മറുപടി പ്രതീക്ഷിക്കാം. അദ്ദേഹം ഏത് സാഹചര്യം എന്ത് പറഞ്ഞൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ സൈബർ ആക്രമണം ഈ കാലഘട്ടത്തിൽ ഒരു രീതിയായി വന്നിരിക്കുകയാണ്. എന്തും പറയാം, എന്തും വിളിച്ചു പറയാം. ഇതെല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴയിലെ മുൻ MLAയും ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുമായ G സുധാകരൻ ഉണ്ടല്ലോ. സുധാകരന്റെ കാലത്ത് എന്തുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ നടന്നില്ല? ഈ കൊള്ള സുധാകരന്റെ കാലത്ത് എന്തുകൊണ്ട് നടന്നില്ല? സുധാകരൻ ഒരു നല്ല പൊതുപ്രവർത്തകനായതുകൊണ്ട്, അഴിമതിയില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ആ അമ്പല സ്വത്തുക്കളൊക്കെ സുരക്ഷിതമായിരുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ ബീഹാറിൽ രാഷ്ട്രീയ ചൂടേറി. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കൂവെന്ന പ്രതികരണം വിവാദമായതിന് പിന്നാലെ നിതീഷ് കുമാറുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. ഇനിയും സീറ്റ് തർക്കം അവസാനിക്കാത്തത് മഹാസഖ്യത്തിന് തലവേദനയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ വസതിയിലെത്തിയാണ് അമിത്ഷാ കണ്ടത്. ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി, JDU MP സഞ്ജയ് ജാ തുടങ്ങിയ പ്രധാന നേതാക്കൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ BJPയും സഖ്യകക്ഷികളും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയുള്ളൂവെന്ന ദേശീയ മാധ്യമത്തിന് അമിത്ഷാ നൽകിയ പ്രതികരണം വിവാദമായിരുന്നു. പിന്നാലെയാണ് കൂടിക്കാഴ്ച. ബീഹാർ പുരോഗതികൾ കൈവരിച്ചുവെന്നും ലാലു പ്രസാദ് യാദവിന്റെയും റാബ്രി ദേവിയുടെയും ജംഗിൾ രാജ് NDA സർക്കാരാണ് അവസാനിപ്പിച്ചതെന്നും അമിത്ഷാ. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 49 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. CPI 6 മണ്ഡലങ്ങളിലും CPIM 4 മണ്ഡലങ്ങളിലും മത്സരിക്കും. അതിനിടെ ബെഗുസരായിലെ ബച്വാരയിൽ CPIയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തി. ബീഹാറിൽ പോരാട്ടത്തിനൊരുങ്ങി നേതാക്കൾ. പ്രധാനമന്ത്രി ഉൾപ്പെടെ 40ഓളം പ്രമുഖ നേതാക്കൾ NDAയ്ക്കായി ബീഹാറിൽ പ്രചരണത്തിനെത്തും. പ്രധാനപ്പെട്ട നേതാക്കളെ മഹാസഖ്യവും ബീഹാറിലേക്ക് എത്തിക്കും. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ഗുജറാത്തിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. ഗാന്ധിനഗറിൽ നടന്ന ചടങ്ങിൽ 26 പേരാണ് മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി
ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജയ്ക്കും പുതിയ മന്ത്രിസഭയിൽ ഇടം ലഭിച്ചു. 8 OBC വിഭാഗത്തിൽ നിന്നുള്ളവരെയും 3 SC വിഭാഗത്തിൽ നിന്നുള്ളവരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞ മന്ത്രിസഭയിലെ 6 പേരെ മാത്രമാണ് പുതിയ മന്ത്രിസഭയിൽ നിലനിർത്തിയത്. ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്രം വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി PS ചൌഹാൻ അധ്യക്ഷനായ സമിതിയാണ് നിയോഗിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. 4 പേർ കൊല്ലപ്പെട്ട ലഡാക്ക് സംഘർഷത്തിൽ 3 ജുഡീഷ്യൽ കമ്മീഷനെയാണ് അന്വേഷണത്തിനായി ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ചത്. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് BS ചൌഹാന്റെ നേതൃത്വത്തിലാണ് സമിതി. മുൻ സെഷൻസ് ജഡ്ജി മോഹൻ സിംഗ് പരിഹാർ, IAS ഉദ്യോഗസ്ഥൻ തുഷാർ ആനന്ദ് എന്നിവരാണ് ജുഡീഷ്യൽ കമ്മീഷനിലെ മറ്റംഗങ്ങൾ. ലഡാക്കിലെ സംഘടനകളുടെയും സോനം വാങ്ചുക്കിന്റെയും ആവശ്യമായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ താൻ ജയിലിൽ തുടരുമെന്നായിരുന്നു സോനം വാങ്ചുക്കിന്റെ തീരുമാനം. ലഡാക്കിന് സംസ്ഥാന പദവിയും 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് സോനം വാങ്ചുക് നടത്തിയ നിരാഹാര സമരത്തിൽ പോലീസ് ഇടപെട്ടതോടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 90-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. സോനം വാങ്ചുക് ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. 24 ഡൽഹി. തൃശൂർ പഴഞ്ഞിയിൽ സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഗുണ്ടാക്രമണം. കൊട്ടൽ ഹെൽത്ത് സെന്ററിലാണ് ആക്രമണമുണ്ടായത്. പ്രദേശവാസിയായ വിഷ്ണുരാജാണ് ഡോക്ടർ മിഖായൽ, നഴ്സ് ഫൈസൽ, അറ്റൻഡർ സുനിതകുമാരി എന്നിവരെ ആക്രമിച്ചതെന്നാണ് പരാതി. സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, ഈ വിഷ്ണുരാജ്, പ്രദേശവാസിയായിട്ടുള്ള വിഷ്ണുരാജ് പിതാവിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആശുപത്രിയിൽ എത്തിയത്. ഈ സമയം ഈ ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. നേഴ്സ് ഫൈസൽ, അതോടൊപ്പം തന്നെ ഡോക്ടർ മിഖായൽ, അറ്റൻഡർ സുനിതകുമാരി എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ന് വൈകുന്നേരം 6:30യോടുകൂടിയാണ് ഈ പിതാവിന് ചികിത്സ നൽകാൻ ഡോക്ടർ ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷ്ണുരാജിന്റെ നേതൃത്വത്തിൽ 3-അംഗ സംഘം ഈ ഹെൽത്ത് സെന്ററിലെത്തി വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ആശുപത്രിയിൽ എത്തിച്ച പിതാവിന്റെ നില ഗുരുതരമായി പരിക്കേറ്റോ മറ്റു കാര്യങ്ങളോ ആയിട്ട് എത്തിച്ച ആളല്ല എന്നുള്ളതാണ് പറയുന്നത്. പിതാവിനെയും വിഷ്ണുരാജ് ഈ സംഭവത്തിന് ശേഷം ഇവിടെ നിന്ന് മടക്കി കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പ്രതികൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജകുമാരി ഗ്രൂപ്പ് അടൂരിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടൂർ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ എക്സിബിഷൻ കം സെയിൽ സംഘടിപ്പിച്ചു. അടൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 17 മുതൽ 20 വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭരണ ശ്രേണി പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം കോതമംഗലത്ത് കനത്ത മഴ. കുടമുണ്ട പാലത്തിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. പാലം വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണനാണ് ചേരുന്നത്. ലാൽ, വിശദാംശങ്ങൾ. രാത്രി 10:30യോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മലയോര മേഖലയിൽ ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് പുഴകളിൽ ശക്തമായിരുന്നു. കാളിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതി പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. കുടമുണ്ട പാലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നിന്ന് റോഡ് ലെവലിൽ നിന്ന് പോലും താഴ്ന്ന ഒരു പാലമാണ്. അവിടെ പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതിനാൽ പഴയ പാലം വഴിയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ പുഴയിലെ വെള്ളം അമിതമായി ഉയർന്നതോടുകൂടി 10:00 തന്നെ ഈ താഴ്ന്ന ഗതിയിലുള്ള കുടമുണ്ട പാലം പൂർണ്ണമായി മുങ്ങുകയായിരുന്നു. നേരിയ തോതിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി വന്ന കാറ് പാലത്തിന്റെ നടുക്ക് കുടുങ്ങി പോകുകയാണ് ഉണ്ടായത്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ കാറ് ഉന്തി വലിച്ച് മാറ്റാനെല്ലാം ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായി പരാജയപ്പെടുകയും നീരൊഴുക്ക് ശക്തമാവുകയും ചെയ്തതോടുകൂടിയാണ് അഗ്നിരക്ഷാസേനയെ വിളിച്ചത്. കോതമംഗലത്തെത്തിയ അഗ്നിരക്ഷാസേന കാറ് വടം ഉപയോഗിച്ച് കെട്ടി കരയ്ക്ക് കയറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കാൻ അഗ്നിരക്ഷാസേന തന്നെ ആവശ്യപ്പെട്ടു. വലിയ വാഹനങ്ങളെല്ലാം കടന്നു വരുമായിരുന്നു എങ്കിൽ പോലും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് മറ്റ് ഗതാഗതങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. മഴ ഇപ്പോൾ മാറിയിട്ടുണ്ട്, പക്ഷേ പ്രദേശത്ത് നീരൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.